പൂരോത്സവത്തിന്റെ ഭാഗമായി വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ. ദേവിയുടെ ചങ്ങാതിമാരെ തേടിപ്പോകുന്ന ഈ ചടങ്ങ് പൂരോത്സവം നാടിനെ അറിയിക്കുന്നതിന് കൂടിയുള്ളതാണ്. ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി നിലമംഗലം ഘടകത്തിൽ ഇന്നും വലിയ പ്രാധാന്യത്തോടെ ഈ ചടങ്ങ് നടത്തിവരും. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തലക്കാട് ക്ഷേത്രത്തിൽ നിന്നാണ് തെക്കരുടെ ഭാഗത്തേക്കുള്ള സംഘം ചങ്ങാത്തം ചോദിച്ചു പോകുന്നത്. അടുത്ത ദിവസം വടക്കരുടെ ഭാഗത്തേക്ക് അരയാന്തുരുത്തി തറവാട്ടിൽ നിന്നും ബാല്യക്കാരുടെ സംഘം യാത്ര തുടങ്ങും. ആദ്യം അല്പനേരം പൂരക്കളിയാണ്. എന്നോടൊരപ്പവും പിന്നാലെ ചോദിച്ചു, എന്നോടൊരപ്പവും പിന്നാലെ ചോദിച്ചു. പൂരക്കളിയിലൂടെ ശരീരത്തെ പാകപ്പെടുത്തിയതിന്റെ ആവേശച്ചൂടിലാണ് പുറപ്പാട്. ആർപ്പുവിളികളോടെ പൂരപ്പന്തൽ പൊളിച്ച് പുറത്തേക്കോടുന്ന സംഘം പിന്നീട് പല വഴിക്ക് ചെറു സംഘങ്ങളായി പിരിഞ്ഞ് യാത്ര തുടരും. പാരമ്പര്യ വഴിയിലൂടെയുള്ള യാത്രയിൽ ചെറുതും വലുതുമായ പുഴകളെല്ലാം നീന്തിക്കടന്നു വേണം അക്കരയെത്താൻ. പൂരോത്സവം നാടിനെ അറിയിക്കാനും ക്ഷേത്രവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഏതോ ഒരു കാലത്ത് തുടങ്ങിവെച്ച ചടങ്ങുകൾക്ക് ഇന്നും മാറ്റമേതുമില്ല. വടക്കര ഭാഗത്തിലെ മുഴുവൻ പ്രാദേശികത്തിലും ഇവർ വീടുകളിൽ ഈ പൂരോത്സവത്തിനെ കുറിച്ച് അറിയിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണ്. പോകുന്ന പോക്കിൽ എല്ലാ പുഴകളും നീന്തിക്കിടന്നാണ് ഇവർ വീടുകളിലേക്ക് എത്തിച്ചേരാം. വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൽക്കാരത്തിന് വേണ്ടി ചിലയിടത്ത് ഭക്ഷണം, ചിലയിടത്ത് ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ ആക്കി വെച്ച് വളരെ ഭക്തിയാദരപൂർവ്വം അവരെ വരവേൽക്കാൻ വേണ്ടി വീട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട്. മുട്ടുമറിയാതെ മുണ്ട് മാത്രമെടുത്ത് അരയിൽ ഓലച്ചരട് കെട്ടി ദേഹത്തെണ്ണ പുരട്ടിയാണ് സംഘം യാത്ര പുറപ്പെടുന്നത്. കഴകത്തിന്റെ കീഴിൽ വരുന്ന ഓരോ വീടുകളിലും ചങ്ങാത്തമറിയിക്കാനെത്തുന്ന ബാല്യക്കാരെ വീട്ടുകാർ നിലവിളക്ക് തെളിയിച്ച് സ്വീകരിക്കും. ഭക്ഷ്യവിഭവങ്ങൾ വിളമ്പും. പൂരത്തിന്റെ ആരവം ഗ്രാമങ്ങളിലേക്ക് പകർന്നേകുന്ന ചടങ്ങിന് ആതിഥേയത്വം വഹിക്കാൻ ഗ്രാമത്തിലെ ഓരോ വീടും കാത്തുനിൽക്കും. ഞാനിവർ വന്നിട്ടിറങ്ങി വരുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കും. പിന്നെ പലഹാരമാക്കും, ജ്യൂസാക്കും, ഇതെല്ലാം ഗ്ലാസ്സിൽ വെച്ചിട്ട് ഗ്ലാസ്സെല്ലാം കഴുകി വൃത്തിയാക്കി ചെയ്ത് ഒഴിച്ച് വെക്കും. അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടും. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് തന്നെ 60 വർഷത്തോളം അന്ന് മുതലേ ചെയ്യുന്നുണ്ട്. ചെറുവത്തൂർ, പടന്ന, വലിയപറമ്പ ഗ്രാമപഞ്ചായത്തുകളും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകളും ഉൾപ്പെടുന്നതാണ് കടകത്തിന്റെ പരിധി. ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കടകത്തിനും മയീച്ച ക്ഷേത്രത്തിനും മാത്രം അവകാശപ്പെടുന്നതാണ് പൂരക്കാലത്തെ ഈ അപൂർവ കാഴ്ച. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.